നമുക്കിന്ന് കഞ്ഞിവെള്ളം കൊണ്ട് ഹലുവ ഉണ്ടാക്കാം. ഇതൊന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ മുയ്ത്ത കഞ്ഞിവെള്ളം നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കളറിന് വേണ്ടി ഒരു ബീട്രൂട്ട് സ്ലൈസ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ കളറെല്ലാം അതിലേക്ക് കളർന്ന ശേഷം കോരി മാറ്റിയാൽ മതി. ബീട്രൂട്ട് ഇല്ലാത്ത ആൾ കളർ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ഞാൻ ഇട്ടത്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ആർക്കേച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഓയിലോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നല്ലോണം കളർ വന്ന ശേഷം ഇതിൽ നിന്ന് ബീട്രൂട്ട് നമുക്ക് മാറ്റാം. നല്ലോണം കളർ വന്നു. അതുകൊണ്ട് ഇനി കോരി മാറ്റാം ബീട്രൂട്ടിന്. ബീട്രൂട്ടെല്ലാം കോരി മാറ്റാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒട്ടിപ്പിടിക്കുന്നവരെ ഇളക്കിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് നെയ്യ് തടവിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണിഞ്ഞ ശേഷം നല്ല കട്ടിയായി കിട്ടും. നല്ല രസമുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിന് മേലെ കുറച്ച് ബദാം പീസ് ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളവരിട്ടാൽ മതി. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.